ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഈ എന്താ പറയുക സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മൊബൈൽ വെച്ചിട്ട് പിടിക്കാൻ പറ്റിയ സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഒന്നും അറിയില്ല അതിനെ പറ്റിയിട്ട്, ഏതാണെന്നൊന്നും അറിയാത്ത ഒരാളായിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇതിലുള്ള ഓരോ കാര്യങ്ങളും ഞാൻ ഓരോ ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട്, ഫോണിലാണെങ്കിൽ കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ വെച്ചാൽ എന്താണ് ഇതിൻ്റെ ഇത്, ഏത് കാര്യത്തിൽ പോയാൽ ഇത് റെഡിയാവും എന്നുള്ളതൊന്നും എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ അറിയുന്നില്ല. അതെനിക്ക് തുറന്നു പറയുന്നതിന് ഒരു മടിയില്ല. അത്രയും മടിയാണോ എന്നുള്ളതൊന്നും അല്ല കേട്ടോ. എന്നാലും എനിക്കിത് തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ വീഡിയോകൾ ഞാൻ ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് ഇട്ട പോലെ ആയിട്ട് ഈ ഇത് എന്താണ് എഡിറ്റ് ചെയ്തിട്ട് ചെയ്യാമല്ലോ, അതുപോലെ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് നിന്ന് പല അബദ്ധങ്ങളും വരുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് ഞാനിതൊരു തുറന്നു പറച്ചിലായിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം എല്ലാവരും വിചാരിക്കും ഇതെന്താ ഈ ആളെന്താ പിന്നെയും ഇട്ട വീഡിയോ തന്നെ ഇടുന്നതെന്നുള്ളത് ഇങ്ങനെ വിചാരിക്കും, മനസ്സിൽ കരുതല്ലോ. അപ്പം ഇവർക്ക് തീരെ അറിയുന്നില്ലെങ്കിൽ എന്നാൽ വീട്ടിൽ കുത്തിരിഞ്ഞാൽ ഈ കാര്യത്തിനൊക്കെ നിൽക്കണമെന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ ആൾക്കാർ. പക്ഷെ ഞാനിതെന്താ വെച്ചാൽ ഇതൊരു വല്ലാത്തൊരാഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പം തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞ്, എന്നിട്ടും എനിക്ക് വ്യൂസൊക്കെ കുറച്ചേ വരുന്നുള്ളൂ. അത് എനിക്ക് അറിയില്ല എന്താണെന്നുള്ളത്. എൻ്റെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു മെത്തേഡിൽ തെറ്റ് വരുന്നതിനെ കൊണ്ടായിരിക്കാം. പക്ഷെ അത് എനിക്ക് അത് ക്ലിയറാക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ എടുത്ത് ഇടുന്ന വീഡിയോ 2 എണ്ണമൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് വിട്ടു പോകുന്നുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് അറിയാതെ പറ്റണ അബദ്ധമാണത്. അത് എല്ലാവരും സഹകരിക്കണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇനി എന്താ പറയുക, മനസ്സിലാക്കി ഞാൻ ഓരോ വീഡിയോകളും ചെയ്യണം എന്നുള്ളത് വല്ലാത്ത ആഗ്രഹമുണ്ട്. അത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് എന്തായാലും ഇതിൽ നിന്നൊരു ഇത് മാറ്റം വരണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ അറിവില്ലായ്മ വരുന്നത് ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് വിചാരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത് എൻ്റെ തുറന്നു പറച്ചിലായിട്ട് കരുതണം. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഏതായാലും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട്, കാണാത്തവരുണ്ട്. അത് എനിക്കറിയില്ല അത് എങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഇടുന്നത് എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ആരും ഇതിൽ എന്താ പറയുക തെറ്റായി കരുതരുത് എന്നുള്ള ഒരു ഇതുണ്ട്. ഞാൻ വാങ്ങിയ സ്റ്റാൻഡ്, അതായത് മൊബൈൽ വെച്ചിട്ട് പിടിക്കാൻ ഇത് സ്റ്റാൻഡ് വാങ്ങുമല്ലോ, ആ സെൽഫി സ്റ്റാൻഡ് വാങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ ഇതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നോട് സഹകരിക്കുന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ടാറ്റാ, ബൈ ബൈ.